സംസ്ഥാനത്ത് ബി.ജെ.പി. സി.പി.എം ഡീലെന്ന് ബി.ജെ.പിയിലുള്ളപ്പോഴേ തനിക്ക് അറിയാമായിരുന്നുവെന്ന് തുറന്നടിച്ച് സന്ദീപ് വാര്യർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അടുത്ത കാലം വരെ ബി.ജെ.പിയുടെ കേരളത്തിലെ വക്താവും പാർട്ടിയുടെ യുവമുഖവും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രയോക്താവുമായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയ ശേഷം പല കാര്യങ്ങളിലും തന്റെ നിലപാട് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. സന്ദീപ് വാര്യർക്ക് പ്രത്യയശാസ്ത്ര വ്യക്തതയില്ലെന്നും അദ്ദേഹത്തിന് എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് കോൺഗ്രസുകാരനാകാൻ കഴിഞ്ഞുവെന്നുമുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴാണ് പല കാര്യങ്ങളിലുമുള്ള തന്റെ നിലപാടുകൾ അദ്ദേഹം തുറന്നു പറയുന്നത്. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ തുറന്നു പറച്ചിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് LDFനെ പ്രതിരോധത്തിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു ബി.ജെ.പിയുമായുള്ള ബന്ധം. ഇ.പി. ജയരാജൻ വിവാദങ്ങൾ ആ ധാരണ ഊട്ടിയുറപ്പിക്കുകയും ചെയ്തു. എന്നാൽ അത് ആരോപണം മാത്രമായിരുന്നില്ല, അത് വളരെ വലിയ വസ്തുത തന്നെയായിരുന്നുവെന്നാണ് സന്ദീപ് വാര്യർ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് LDF ബി.ജെ.പി ധാരണയുണ്ടെന്നുള്ളത് വ്യക്തമല്ലേ? കരുവന്നൂരിലും കൊടകരയിലും കേസുകൾ വെച്ചുമാറി പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. SNDP ലാവലിൻ കേസ് 34 തവണയിലധികം സുപ്രീം കോടതിയിൽ മാറ്റിവെക്കപ്പെടുന്നു. ഇതൊക്കെ ബന്ധമുണ്ട് എന്നതിന് തെളിവാണ്. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ CPM-ന്റെ ഭാഗത്തു നിന്നും സഹായം ഉണ്ടാകുന്നുണ്ട്. തൃശൂരിൽ അതാണ് കണ്ടത്. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും CPM സ്വീകരിച്ച നിലപാട് ബി.ജെ.പിയെ സഹായിക്കുക എന്ന് തന്നെയായിരുന്നു. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ. എന്നാൽ അതേസമയം തന്നെ ബി.ജെ.പിയിലായിരുന്നപ്പോൾ ഇത്തരമൊരു ബന്ധത്തെക്കുറിച്ച് സന്ദീപ് വാര്യരിന് അറിയാമായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് എനിക്ക് മാത്രമല്ല ബി.ജെ.പിയിൽ പ്രവർത്തിക്കുന്ന പല ആളുകൾക്കും ഇത് ബോധ്യമുള്ളതാണ് എന്നും SNDP ലാവലിൻ കേസ് മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടി യോഗങ്ങളിൽ നേതൃത്വത്തോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം ലഭിക്കാതെ പോയിട്ടുണ്ടെന്നും അദ്ദേഹം തുറന്നടിച്ചു. എങ്ങനെയാണ് മാധ്യമ ചർച്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതെന്ന പാനലിസ്റ്റുകളായ തങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകാൻ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അന്തർധാരയുണ്ടെന്ന കാര്യം പാർട്ടികളിലെ നേതാക്കളും പ്രവർത്തകരും തമ്മിൽ സംസാരിക്കുന്ന കാര്യം തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല മുനമ്പം വിഷയത്തിലും സർക്കാരിന് ബി.ജെ.പിയുമായി ഡീലുണ്ടെന്നും സന്ദീപ് വാര്യർ തുറന്നടിക്കുന്നുണ്ട്. മുനമ്പം വിഷയത്തിൽ എന്താണ് സംശയിക്കാനുള്ളതെന്നും മുനമ്പം വിഷയം വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി ബി.ജെ.പിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് CPM അല്ലേ എന്നുമായിരുന്നു സന്ദീപിന്റെ മറുചോദ്യം. വഖഫ് ഭേദഗതി നിയമം വന്നാൽ മുനമ്പത്തെ പ്രശ്നങ്ങൾ മുഴുവൻ തീരുമെന്നും ശീതകാല സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ച നേതാവാണ് വി. മുരളീധരൻ. ഇന്ന് അദ്ദേഹം എവിടെയാണ്? ഈ സമ്മേളനത്തിൽ അത് കൊണ്ടുവരാതെ JPCക്ക് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. 2013 UPA രണ്ടാം സർക്കാർ വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെ ശക്തമായി അനുകൂലിച്ചവരാണ് ബി.ജെ.പി. വൈകിയാണ് വന്നതെങ്കിലും ആവശ്യമായിരുന്നു ഈ നിയമനിർമ്മാണം എന്നായിരുന്നു ലോക്സഭയിലെ ബി.ജെ.പി നേതാവായ ഷാനവാസ് ഹുസൈൻ എന്ന് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇത് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നുവെന്നും 5 ലക്ഷം കോടിയുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടെന്നും കേന്ദ്ര മന്ത്രാലയങ്ങൾ അടക്കം വഖഫ് ഭൂമിയിലാണെന്ന് നിലനിൽക്കുന്നതെന്നും അത് തിരിച്ചു പിടിക്കണമെന്നും അന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ബി.ജെ.പി. അതിനുവേണ്ടി വഖഫ് സമ്മേളനവും വിളിച്ചിരുന്നു. അതേ ബി.ജെ.പി ഇന്ന് പറയുന്നത് അന്നത്തെ നിയമം മുസ്ലിം പ്രീണനത്തിന് വേണ്ടി കോൺഗ്രസ് നടപ്പാക്കിയതാണ് എന്നതാണ്. ഇത് ബി.ജെ.പിയുടെ തന്നെ ഇരട്ടത്താപ്പാണ്. ഇത് തുറന്നു കാട്ടാൻ കോൺഗ്രസിന് സാധിക്കുമെന്നും വഖഫ് ബോർഡ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ളതാണെന്നും സർക്കാർ വിചാരിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വിഷയമേ മുനമ്പത്തുള്ളൂ എന്നും സന്ദീപ് വാര്യർ പറയുന്നുണ്ട്. കർണാടകയിൽ സർക്കാർ അത് ചെയ്തിട്ടുമുണ്ട്. ഒരു പാവപ്പെട്ടവരെയും കുടിയൊഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അടിവരയിട്ട് UDF നേതാക്കളായ പ്രതിപക്ഷ നേതാവ് VD സതീശനും ലീഗ് സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിഖലി തങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് LDF വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാത്തതെന്നും ബി.ജെ.പിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാൻ CPM മനഃപൂർവ്വം ശ്രമിക്കുന്നതാണെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും സന്ദീപ് വാര്യർ തുറന്നു പറഞ്ഞു. മുനമ്പം വിഷയത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇത് സംസ്ഥാനത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുമോ എന്ന ചോദ്യം ഉയർന്നപ്പോഴും ഇസ്ലാമോഫോബിയ സമൂഹത്തിൽ ആകെ പടർത്താൻ വേണ്ടി CPM ശ്രമിക്കുന്നു എന്നുള്ളതിന് MEC-7 വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമായതാണെന്നും സംസ്ഥാനത്ത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ചേരിതിരിവുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുകയെന്നത് CPM-ന്റെയും ബി.ജെ.പിയുടെയും നയമാണെന്നും സന്ദീപ് വാര്യർ വെട്ടിത്തുറന്നു പറഞ്ഞിട്ടുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് CPM ബി.ജെ.പി ബന്ധം ആരോപിച്ചുകൊണ്ട് UDF രംഗത്തെത്തുന്നത്. അതിൽ കൃത്യമായി തന്നെ ചരിത്രത്തിലാദ്യമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചു വരികയും ചെയ്തതോടെ ആ ബന്ധം പിന്നീട് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് CPM-നെതിരെയും പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുമുള്ള കേസുകൾ പലതും തെളിയിക്കാതെ പോകുന്നതെന്നും ആ കേസുകൾക്കെല്ലാം കാലതാമസം എടുക്കുമെന്നുള്ള ചോദ്യമെല്ലാം തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കാണിച്ചിരുന്നു. മാത്രമല്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും CPM-ന് കേന്ദ്രത്തിന്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണവും പ്രതിപക്ഷം ശക്തമായി ഉയർത്തിയിരുന്നു. മാത്രമല്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച 70,000-ൽ പരം വോട്ടുകൾ അത് CPM-ൽ നിന്ന് ചോർന്നതാണ് എന്നുള്ള ആരോപണവും UDF ശക്തമാക്കിയിരുന്നു. എന്നാൽ ആ വോട്ടുകളെല്ലാം ചോർന്നത് UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നതായിരുന്നു MV ഗോവിന്ദന്റെ തിരിച്ചുള്ള മറുപടി. പക്ഷേ അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധിക്ക് ശേഷം പിന്നീട്
CPIയുടെ നേതാവായ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന സുനിൽകുമാർ BJPക്കെതിരെ രംഗത്ത് വന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. സുനിൽകുമാർ രംഗത്ത് വരികയും തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സാരമായി ഗൗരവത്തിൽ ആ വിഷയത്തെ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുചേരിയിലെ പല പ്രശ്നങ്ങൾക്കും ആധാരം ഇതേ തൃശൂർ പൂരം, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJPയുടെ വിജയവും തന്നെയാണ്. ഇപ്പോഴും സുനിൽകുമാർ തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടും സുരേഷ് ഗോപിയുടെ കടന്നുവരവുമായി ബന്ധപ്പെട്ടും നിരവധി വിമർശനങ്ങളും നിരവധി ആശങ്കകളും സുനിൽകുമാർ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മൗനം തന്നെയായിരുന്നു മറുപടി. മാത്രമല്ല 2024 ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ പാലക്കാട് UDFും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നുള്ളതായിരുന്നു LDFന്റെ ആക്ഷേപം. പക്ഷേ എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും LDFും BJPയും തമ്മിലാണ് ഡീൽ എന്നുള്ള തരത്തിൽ പ്രതിപക്ഷം ആരോപണങ്ങൾ ശക്തമാക്കിയിരുന്നു. അതിന് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിപ്പിടിച്ചത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ദിവസങ്ങളായിരുന്നു കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേന്ദ്രനെതിരെ ആരോപണങ്ങളും വാർത്തകളും ശക്തമായി അന്തരീക്ഷത്തിലുയർന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ പിന്നീട് ഒരു ട്രോളി ബാഗുമായി കൊണ്ടുള്ള CPMന്റെ കടന്നുവരവ് അത് BJPയുടെ മുഖം രക്ഷിക്കാനാണ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായ VD സതീശന്റെ വാദം. എന്തുതന്നെയാണെങ്കിലും അവയെല്ലാം തന്നെ CPMും BJPയും തമ്മിലുള്ള ബന്ധവും അവ തമ്മിലുള്ള അന്തർധാരയും വ്യക്തമാക്കുന്നുണ്ട് എന്ന സൂചന നൽകിയിരുന്നു. പിന്നീട് നടന്ന EP ജയരാജന്റെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയാണെങ്കിലും EP ജയരാജന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണെങ്കിലും എല്ലാം തന്നെ അത് തീർച്ചയായും BJPക്ക് വളം വെക്കുന്ന തരത്തിൽ CPM BJP ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരുന്നു വ്യാഖ്യാനിക്കപ്പെട്ടത് എന്നുള്ളതെല്ലാം തന്നെ ശ്രദ്ധേയമാണ്. അതിനുശേഷം ഇപ്പോഴാണ് പിന്നീട് സന്ദീപ് വാര്യർ മറ്റു ചില തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് വലിയ തരത്തിൽ CPMനെ പ്രതിസന്ധിയിലാക്കാനുള്ള സാധ്യത ഏറെയാണ്.